ഇന്നലത്തെ ഒരു അരമണിക്കൂറത്തെ എപ്പിസോഡ് ഫുള്ള് സ്കോർ ചെയ്തത് അല്ലെങ്കിൽ ബിഗ് ബോസ് സ്കോർ ആക്കാൻ അവസരം കൊടുത്തത് ജബ്രിയാണ്. ഓക്കെ, അപ്പം അപ്സര ലിറ്ററലി സേവ് ആയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിൽ 2 സെക്ഷൻ ഉണ്ട്. അവിടെ സിജോയും അർജുനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് സിജോ ചോദിക്കുന്നുണ്ട് അർജുനോട്, പുറത്ത് ഓൾറെഡി നീ കമ്മിറ്റഡ് ആണ്, എന്നിട്ട് നിന്റെ പെണ്ണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അർജുൻ പറയുന്ന മറുപടി ഉണ്ട്, ശരിക്കും പൊളിയും എന്നുള്ളത്. അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് അവരുടെ പ്രശ്നം എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. മീൻ വയൽ ഇപ്പുറത്ത് ഈ ഗബ്രി കല്യാണം കഴിക്കാൻ പറ്റില്ല, തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പം ജാസ്മിൻ ഇന്നലെ സംസാരിച്ച കാര്യമാണ്, ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നും ക്ലാരിറ്റിയിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി. ക്ലാരിറ്റി ഇല്ലാതെ ക്ലാരിറ്റി, ഈ കൊച്ചു എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫൈനലി അവർ രണ്ടുപേരും പറഞ്ഞു പ്രണയിക്കുന്നുണ്ട്. അപ്പം ജാസ്മിൻ ആദ്യമൊക്കെ ഇല്ല എനിക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവിടെയാണ് ജാസ്മിൻ്റെ കള്ളത്തരം എനിക്ക് ഭയങ്കരമായിട്ട് അറപ്പ് തോന്നിയത്. കാരണം എന്താണ് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്താണ് പേടി? പ്രണയം ഉണ്ട് എന്ന് പറഞ്ഞു, സമ്മതിച്ചു, പക്ഷെ എന്താണ് പറയാൻ പറ്റാത്തതെന്ന് നോക്കുമ്പോൾ ജാസ്മിൻ കിടന്ന് ഉരുളുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് അതെനിക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അഫ്സലായിട്ട് പുറത്ത് കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം ജാസ്മിൻ എന്തുകൊണ്ട്, എനിക്ക് പുറത്തൊരാളുണ്ടെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അപ്പം ഗബ്രി കുത്തി ചോദിക്കുന്നുണ്ട്, മനുഷ്യന്മാർക്കിടയിൽ പ്രണയം വരാൻ സ്വാഭാവികമാണ്, ഓഫ് കോഴ്സ്, പക്ഷെ അറ്റ് എ ടൈം 5-6 പ്രണയം വരുന്നത് സ്വാഭാവികമല്ല, അതൊരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അവിടെ ഞാൻ ആ ഒരു മൊമെന്റിൽ ഞാൻ ആലോചിച്ചത്, അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയോടുള്ളൊരു റെസ്പെക്റ്റാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫീൽ ചെയ്തത്. ആൻഡ് ആ മനുഷ്യൻ്റെ അവസ്ഥയും നമ്മുടെ സിജോയും അർജുനും സംസാരിച്ച പോലെ തന്നെ ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് പറയാണ് എന്താണ് കാര്യം എന്നൊന്നും പറയാൻ പറ്റില്ല, അത് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, എൻ്റെതായ കാര്യങ്ങളുണ്ട്, എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ചോദിക്കണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ജാസ്മിന് പ്രണയമുണ്ട്, പക്ഷെ അത് നടക്കാത്തതിൻ്റെ റീസൺ ഓൾറെഡി ജാസ്മിന് പുറത്തൊരു റിലേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തൊരു ക്യാരക്ടർലെസ് ആണ് ഈ ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞാൽ സ്റ്റിക്ക് ചെയ്യുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ലൈക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിന്നെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നു, പിന്നെയും സംസാരിക്കുന്നു, കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിബിൻ പറഞ്ഞ മാതിരി വാഴച്ചോട്ടിലിരുന്ന് പ്രേമിക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി ഓപ്പൺ ആയിട്ട്, അപ്പം ഗബ്രി ചോദിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ എനിക്ക് ടെൻഷൻ എന്ന് ചോദിക്കുമ്പോഴും പറയാൻ പറ്റത്തില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അത് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ, ഇത് എൻ്റെതായ കാര്യങ്ങൾ പുറത്ത് കമ്മിറ്റഡ് ആയതാണ്. ഓക്കെ, ഇതിൽ ഒരുപാട് ആൾക്കാർ ഇവൻ കമൻസിലാണെങ്കിലും ഒക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഇതൊരു കൈൻഡ് ഓഫ് ടോക്സിക് റിലേഷനാണ്. കാരണം ജാസ്മിൻ മാറാൻ നോക്കുമ്പോൾ ഗബ്രി വലിച്ചിടുന്നതാണോ, ഗബ്രി മാറാൻ നോക്കുമ്പോൾ ജാസ്മിൻ വലിച്ചിടുന്നതാണോ, ഏതാണെന്ന് അറിയത്തില്ല. ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഒരാളുടെ ക്ലാരിറ്റി എന്ന് പറയുന്നു, ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നും ക്ലാരിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് ഒരാൾ പറയുന്നു, പ്രണയാന്ന് പറയുന്നു, പക്ഷെ അത് പ്രശ്നമാണെന്ന് പറയുന്നു, എന്താണെന്ന് റീസൺ പറയുന്നില്ല. എന്തൊക്കെ കോപ്രായങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു.